ഈ ചേട്ടൻ എന്നെ തേടി കരുനാഗപ്പള്ളി നിന്ന് ഇവിടം വരെ വന്നതാണ് ഈ വണ്ടിക്കകത്ത്. ഞങ്ങളെ സഹായിക്കാനൊന്നും ആരുമില്ല. ആ ഹാ ഹാ. പ്രായം ചെന്ന അമ്മയാണ്. എൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് 4 മാസമായുള്ള സ്വന്തമായിട്ട് വസ്തുവില്ലാത്തതിൻ്റെ പേര് കരുനാഗപ്പള്ളി ശ്മശാനത്തിലാണ് അടക്കേണ്ടി വന്നത്. അച്ഛനെ അടക്കം ചെയ്തല്ലേ. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ചേട്ടന് നല്ലൊരു സഹായം തന്നെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം കേട്ടോ. എനിക്ക് 6-ാം വയസ്സിൽ കാലിന് പോളിയോ വന്ന് കാല് രണ്ടും തളർന്ന് അരക്കിയത് കിഴിപ്പാവം തൊട്ട് താഴോട്ട് തളർന്നു പോയാണ്. അച്ഛൻ മരണപ്പെട്ടു, സ്ഥലമില്ലാത്തത് കൊണ്ട് ശ്മശാനത്തിലാണ് അടക്കം ചെയ്തത്. കറക്റ്റ് ഡീറ്റെയിലുകളുണ്ട്. ഈ ചേട്ടൻ എന്നെ തേടി കരുനാഗപ്പള്ളി നിന്ന് ഇവിടം വരെ വന്നതാണ് ഈ വണ്ടിക്കകത്ത്. അപ്പോൾ ചേട്ടൻ്റെ സാഹചര്യം എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഒരു ചെറിയ ഫയൽ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പം ഒരുപാട് സങ്കടകരമാണ്. ഒരു വീട് പോലും ഇല്ല. 85-86 വയസ്സുള്ള ഒരു അമ്മയായിട്ടാണ് ജീവിതം. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒപ്പം ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. MLA ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ലെറ്ററുണ്ട്. അപ്പോൾ അത്രയും ജെന്യുവനായിട്ടുള്ളൊരു സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്താണ് ചേട്ടൻ്റെ സഞ്ചാരം. ഒപ്പം കുറച്ച് ലോട്ടറി ടിക്കറ്റുകളൊക്കെ എടുക്കും. അതാണ് ജീവിതമാർഗവും. അപ്പം ചേട്ടനെ എല്ലാവരും, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സഹായിക്കണം. കാരണം ഒരു വീട് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ. ഇന്ന് ഒറ്റ ലക്ഷ്യമായിരുന്നു എന്നെ കാണുക എന്നുള്ളത്. സാനിസിനെ കാണണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടായിരുന്നു. എവിടെയാ ചേട്ടൻ്റെ സ്ഥലം കറക്റ്റ്? എൻ്റെ കൊല്ലം കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിൽ. വീട്ടിൽ ആരൊക്കെയാ? വിവാഹിതനൊന്നും അല്ലല്ലേ? അല്ല, വിവാഹിതനല്ല. ഞാനും വയസ്സ് തന്നെ ഒരു അമ്മയും മാത്രമാണുള്ളത്. അമ്മയ്ക്ക് മാനസിക പ്രശ്നമുള്ളതാണ്. ഞങ്ങൾക്ക് ഭക്ഷണം ചെയ്യാനോ കഴിക്കാനോ ഒന്നും ഉള്ളൊരു ജീവിതാവസ്ഥയിലല്ല. ഞങ്ങൾ 10-16 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ? അമ്മയ്ക്ക് ഭക്ഷണം ഞങ്ങൾ പുറത്തുനിന്ന് ഒരു പൊതിച്ചോറ് മേടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. പൊതിച്ചോറ് വാങ്ങിച്ച് കഴിക്കുക അല്ലേ? പൊതിച്ചോറ് വാങ്ങിച്ച് കഴിക്കുക. ഞങ്ങളെ സഹായിക്കാനൊന്നും ആരുമില്ല. പ്രായം ചെന്ന അമ്മയാണ്. പിന്നെ എനിക്ക് 6-ാം വയസ്സിൽ കാലിന് പോളിയോ വന്ന് കാല് രണ്ടും തളർന്ന് അരക്കിയത് കിഴിപ്പാവം തൊട്ട് താഴോട്ട് തളർന്നു പോയാണ്. എല്ലാം കൊണ്ടും വളരെ വിഷമസ്ഥിതിയിലുള്ള ചേട്ടൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഇന്ന് എന്നെ തേടി വന്നിട്ടുള്ളത്. അതെ. അപ്പം ആ ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ചേട്ടൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെല്ലാം എൻ്റെ ഒപ്പം ഉണ്ടാകണം. ഞാൻ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ചേട്ടൻ വീട് സ്വന്തമായിട്ടില്ല അല്ലേ? ഇല്ല, വീട് സ്വന്തമായിട്ടില്ല. അമ്മയെ ഇപ്പം വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അമ്മയെ ഇപ്പം വീട്ടിലാക്കിയിട്ട് വീട് പൂട്ടിയിട്ട് അടച്ചാ വന്നത്. മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. പ്രായമാണല്ലേ? അതെ. ചേട്ടന് ക്യാൻസർ പേഷ്യൻ്റ് ആണോ? അതെ, ക്യാൻസർ പേഷ്യൻ്റ്. ഇപ്പോൾ എവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു? RCCയിലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ചേട്ടൻ ഏത് ഭാഗത്തൊക്കെയാണ് ലോട്ടറി വിൽക്കാനായിട്ട് പോകുന്നത്? ഞാൻ കായംകുളം, കരുനാഗപ്പള്ളി, ചവറ. ഇന്ന് ലോട്ടറി കച്ചവടം ഇല്ലായിരുന്നോ? അതോ എന്നെ കാണാൻ ഒരാഴ്ച കൊണ്ട് ലോട്ടറി കച്ചവടം ഇല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ വിഷയം. കഴിഞ്ഞ ആഴ്ച കുറേ ടിക്കറ്റ് നഷ്ടം വന്ന് അങ്ങനെ ലോട്ടറി എടുക്കാനൊക്കെ ഉള്ള പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ഒരാഴ്ച കൊണ്ട് കച്ചവടം നിർത്തി വെച്ചിരിക്കുക. പിന്നെ വിറ്റ് കിട്ടുന്ന കാശിൽ നിന്ന് വേണം എടുത്ത് ഭക്ഷണം വാങ്ങിക്കാനും. അങ്ങനെയും വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടം വേണം. സ്വന്തമായിട്ടൊരു കിടപ്പാടം ഇല്ല. എൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് 4 മാസമായുള്ള സ്വന്തമായിട്ട് വസ്തുവില്ലാത്തതിൻ്റെ പേര് കരുനാഗപ്പള്ളി ശ്മശാനത്തിലാണ് അടക്കേണ്ടി വന്നത്. അച്ഛനെ അടക്കം ചെയ്തത്. അതിൻ്റെ വളരെ വിഷമമാണ്. 4 മാസമാവുന്നുള്ള അച്ഛൻ മരിച്ചിട്ട്. വയസ്സ് തന്നെയാണ്. ഞങ്ങൾക്ക് ഇനി സ്വന്തമായിട്ടൊരു 2 സെൻറ്റ് വസ്തു വാങ്ങണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ? ഏറ്റവും വലിയ ആഗ്രഹമാണ്. കൗൺസിലറുടെ സർട്ടിഫിക്കറ്റുകളാണ്. അതുപോലെ തന്നെ ക്യാൻസർ കെയർ സെൻ്ററിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സ്ഥലം MLAയുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, വൈകല്യത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് CR മഹേഷ് MLAയുടെ ലെറ്ററാണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പം ഈ കത്തിൽ പറയുന്ന സന്തോഷ് D, നെല്ലിക്കകത്ത് വടക്കതിൽ, ഭിന്നശേഷിക്കാരനും ക്യാൻസർ രോഗിയും കൂടിയാണ്. നിരവധി വർഷമായിട്ട് വാടക വീട്ടിലാണ് അമ്മയുമായിട്ട് താമസിക്കുന്നത്. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചേട്ടൻ്റെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. സ്വന്തമായിട്ട് വീടോ സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല. ചേട്ടൻ്റെ ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ഒരു ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ചേട്ടൻ എന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം ഈ ഒരു മുച്ചക്ര വണ്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചേട്ടൻ്റെ ഒപ്പം ഉണ്ടാകണം. ചേട്ടനെ കൈപിടിക്കണം, സഹായിക്കണം. നമുക്ക് തുടർന്നും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ചേട്ടൻ്റെ നല്ലൊരു വിശേഷം വീഡിയോ രൂപത്തിൽ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചേട്ടൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. ഇപ്പം വീഡിയോകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ചേട്ടന് ഉറപ്പ് കൊടുത്തിട്ട് മുന്നോട്ട് വിട്ടേനെ. കാരണം അങ്ങനെ ഒരു സാഹചര്യമാണ്.
നിങ്ങളുടെ സഹായം പോലിരിക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു വീടിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കാൻ എല്ലാവരും ഒപ്പമുണ്ടാണ്. ഞാൻ ചേട്ടൻ്റെ അക്കൗണ്ട് ഡീറ്റെയിലും ഗൂഗിൾ പേ നമ്പരും നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം. ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. ആ ഒരു മാറ്റം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നാണ് ആഗ്രഹം. അതുപോലെ ഞാൻ ഒരു ദിവസം വീട്ടിലോട്ട് വരും. അമ്മയ്ക്ക് 86 വയസ്സുണ്ട്. അമ്മ ഇപ്പോൾ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ചേട്ടൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒപ്പമുണ്ടാണ്. ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ചേട്ടന് നല്ലൊരു സഹായം തന്നെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം കേട്ടോ.